ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഓരോ കുടുംബത്തെയും സ്ഥാപിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നം അവ ഓരോന്നും നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ആയിത്തീരണമെന്നതാണ്. നസ്രത്തിലെ കുടുംബം തിരുക്കുടുംബമായത് അവിടെ യൗസേപ്പ് പിതാവും മാതാവും ഉണ്ണിമിശിഹായും ഒരുമിച്ച് ചേർന്നപ്പോൾ ആണല്ലോ. ഓരോ കുടുംബനാഥന്മാരും യൗസേപ്പ് പിതാവിനെ പോലെ നീതിമാനും തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സംരക്ഷകനും ദൈവത്തിൻ്റെ സ്വരം കേട്ട് പ്രവർത്തിക്കുന്നവനും സ്നേഹത്തിൽ അടിസ്ഥാനമിട്ട് ദൈവവചനം ധ്യാനിച്ച് പിതാവിനോടുള്ള അനുസരണത്തോടെ നിൽക്കേണ്ടവനുമാണ്. നീതി നിഷേധിക്കപ്പെടുന്ന എത്രയെത്ര സംഭവങ്ങളാണ് ഇന്ന് കുടുംബങ്ങളിൽ നടക്കുന്നത്. തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ദൈവത്തിൻ്റെ സ്വരമായി തീരേണ്ടവനാണ് കുടുംബനാഥൻ. ഏത് കാലഘട്ടത്തിലും നീതിക്ക് വേണ്ടി സ്വരമുയർത്തുന്ന കർത്താവാണ് നമുക്കുള്ളത്. ആത്മാർത്ഥമായ സ്നേഹം വർദ്ധിക്കുമ്പോൾ വിട്ടുകൊടുക്കുവാനും ത്യാഗങ്ങൾ സഹിക്കുവാനും പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തിൻ്റെ നിഴലായി മാറുവാനും നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മ കർത്താവ് പറഞ്ഞവ വിശ്വസിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ സ്വപ്നം തന്നിലൂടെ പൂർത്തിയാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചവളാണ്. ഈ അമ്മയെപ്പോലെ ആയിത്തീരാനാണ് ഓരോ കുടുംബനാഥമാരും പരിശ്രമിക്കേണ്ടത്. ജെറമ്യ 29:11 പറയുന്നത് പോലെ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിന് വേണ്ടിയല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഓരോ കുടുംബത്തെയും കുറിച്ചുള്ള ദൈവിക പദ്ധതി തന്നിലൂടെ പൂർത്തിയാകുവാൻ ഓരോ അമ്മമാരും പരിശ്രമിക്കണം. ഞാനാണോ നീയാണോ വലുത് എന്ന ചോദ്യത്തിന് ഉതരാതെ എളിമയുടെ മാതൃക പിൻചൊല്ലണം. പ്രതിസന്ധികളുടെയും പരാജയങ്ങളുടെയും നിമിഷങ്ങളിൽ മാറി നിന്ന് പരാതി പറയാതെ കൂടെ താങ്ങായും തണലായും നിൽക്കുവാനും സാധിക്കണം. എളിമയുടെ മാതൃക സ്വീകരിച്ച് ദൈവം തന്നതിനെ വിലയുള്ളതായി കാണുവാനും എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ അധികമായി അപരൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും സാധിക്കുമ്പോൾ ഓരോ അമ്മമാർക്കും മറിയത്തിൻ്റെ മുഖമാകും. മൂന്നാമതായി, തിരുക്കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി ഈശോ തന്നെയാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഓരോ ദൈവ പൈതലിനെ കുറിച്ചും ദൈവത്തിൻ്റെ സ്വപ്നമാണത്. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുവാൻ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ. ഇങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് മാതാപിതാക്കൾ ആകുലപ്പെടേണ്ട ആവശ്യമുണ്ടാകുന്നില്ല. അവർ ദൈവിക ജ്ഞാനത്തോടെ ദൈവത്തിൻ്റെ സ്വപ്നം നിറവേറ്റുന്നവരായി മാറും. അപ്പനും അമ്മയും മക്കളും സ്നേഹത്തിൽ വളരുമ്പോൾ അത് സ്വർഗമായി മാറും. തിരുക്കുടുംബത്തിൻ്റെ ചില ജീവിത രീതികൾ നമ്മളുടെയും ജീവിതത്തിൻ്റെയും ഭാഗമാക്കി മാറ്റാം. ഒന്നാമതായി, തിരുക്കുടുംബം അനുദിനം വചനത്തോട് ബന്ധം പുലർത്തിയിരുന്നു. അതുകൊണ്ടാണ് യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും ഈശോയുടെയും ജീവിതത്തിൽ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ അവർക്ക് സാധിച്ചത്. നമ്മുടെ കുടുംബങ്ങളും ആഴമായി വചനം ധ്യാനിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളായി ആക്കി മാറ്റാം. രണ്ടാമതായി, അനുദിനം പ്രാർത്ഥനയ്ക്കായി അവർ സമയം കണ്ടെത്തിയിരുന്നു. ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. നമ്മുടെ കുടുംബങ്ങളിലും തീരുമാനങ്ങൾ ഉത്ഭവിക്കേണ്ടത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകാറില്ല. മൂന്നാമതായി, അനുദിനം അവർ ദേവാലയത്തിൽ പോയിരുന്നു. ഓരോ കുടുംബങ്ങളും സ്ഥാപിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിരിക്കട്ടെ നമ്മുടെ കുടുംബങ്ങൾ. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.